ഹലോ ഫ്രണ്ട്സ്, രാവിലെ മുതൽ തോരാ മഴയായിരുന്നു. അപ്പോൾ അതൊന്ന് ഒഴിഞ്ഞു നിന്ന സമയത്ത് ചുമ്മാ മുറ്റത്തേക്കൊന്നൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. പൂക്കളൊക്കെ എല്ലാം ഒന്ന് പുതിയ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വെക്കാമെന്നൊക്കെ കരുതി ഇറങ്ങിയതാണ്. എവിടെ നോക്കിയാലും ചിലന്തികളാണ് കേട്ടോ. ഇപ്പം നല്ല കൊതുകൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും ഇവന്മാരെല്ലാം വലയും വിരിച്ച് പൂക്കളിലും മുട്ടിലും എല്ലാം ചിലന്തികൾ തന്നെ. പിന്നെ നമ്മുടെ തേനീച്ച കുക്കേണി വെച്ചിരുന്നല്ലോ, അതിൻ്റെ വാതിലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തു കൊടുത്ത വാതിലിലൂടെ അല്ലായിരുന്നു കേട്ടോ അവരകത്ത് കയറുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അവർ കയറിക്കൊണ്ടിരുന്ന വാതിൽ നൈസായിട്ട് ഇത്തിരി ചെളി വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്കിനി പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ അകത്തോട്ട് പോകണമെങ്കിൽ ഈ ഹോളിലൂടെ മാത്രമേ താഴെ പൊട്ടിച്ചു കൊടുത്തിട്ടുള്ള ഹോളിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. എന്താണ് തോന്നുന്നത്, അതോ ഇത് കുത്തി തുറന്ന് അവർ പോവുമോയെന്നറിയില്ല. ആദ്യം ചെളി വെച്ച് ഇതുപോലെ മറച്ചതായിരുന്നു. അവരതൊക്കെ കുത്തി തുറന്നാണ് അകത്തോട്ട് പോയിരുന്നത്. എന്നാലും നമ്മൾ ഇട്ട് കൊടുത്ത ഹോളിലൂടെ അകത്ത് കയറുമ്പോഴാണല്ലോ ശരിക്കും സെറ്റ് ആവുള്ളൂ. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയാതെ ഞാനൊക്കെ ചെയ്തതാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. എന്തായാലും ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന്. എന്തായാലും ഒരു വലിയ ഈച്ചയാണ് അതിൻ്റെ പുറത്തൊക്കെ പരതി നടക്കുന്നത്. പിന്നെ ഇതിനിടയിൽ ഞാൻ വീഡിയോയിൽ കിട്ടിയില്ല, അതിൻ്റെ അകത്തുനിന്ന് ഒരു ഈച്ച പുറത്തേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി അവൻ പറഞ്ഞു കൊടുത്തോളൂ എങ്ങനെയൂടെ അകത്ത് കയറണമെന്ന് ബാക്കിയുള്ളവർക്ക്. അപ്പോൾ പിന്നെ അവരുടെ വാതിലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇത് അകത്ത് കയറി അടച്ച് പിടിച്ച് നോക്കാം. ഇവരുടെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് വഴിയെ വീഡിയോ ആയിട്ട് വിശേഷങ്ങളായിട്ട് പറയാമേ. കണ്ടോ, ഇതിൻ്റെ അടുത്തുകൂടിയൊക്കെ പറക്കുന്നുണ്ട്. എന്തായാലും ഒരു വലിയ ഈച്ചയാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട് അവന്. പിന്നെ അതാ നമ്മുടെ കുഞ്ഞു പൂന്തോട്ടത്തിലെ പൂക്കളെല്ലാം മഴയിൽ കുതിർന്ന് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ബഡ് റോസും നാലുമണികളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ നാലുമണിയിൽ നിന്ന് തേനെടുക്കാനായിട്ട് ഇപ്പോൾ തന്നെ തേനീച്ചകളെല്ലാം വരും. അവർ മഴ വന്ന് പോകുന്നതിന് മുമ്പ് എല്ലാ തേന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും കേട്ടോ. ഞാൻ അങ്ങനെ നോക്കി നടന്നപ്പോൾ അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വെള്ളം തങ്ങി നിൽക്കുന്നതിന് കാക്കപ്പെണ്ണ് അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ വെള്ളമൊന്നും ഞാനിവിടെ ബോട്ടിലൊന്നും തൂക്കി ഇടാറില്ല കേട്ടോ. അത് ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ അവർക്ക്, അതുകൊണ്ട് പിന്നെ അങ്ങനെ വെക്കാറില്ല. അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.